സമാജ്വാദി പാർട്ടിയിലും ചേരിപ്പോര് പൊട്ടിത്തെറിയിലേക്ക്. മുഖ്യമന്ത്രി അഖിലേഷ് യാദവിന്റെ അനുയായികളായ 3 മന്ത്രിമാർ ഉൾപ്പെടെ 54 സിറ്റിംഗ് എംഎൽഎമാർക്ക് സീറ്റ് നിഷേധിച്ചതാണ് പാർട്ടിയെ പിളർപ്പിലേക്ക് നയിക്കുന്നത്. അച്ഛൻ മുലായം സിംഗിന്റെ നടപടിയോട് യോജിപ്പില്ലെന്ന് വ്യക്തമാക്കി അഖിലേഷ് യാദവ് സ്വന്തമായി 235 പേരുടെ പട്ടിക ഇന്നലെ രാത്രി പുറത്തിറക്കി. ഇതിൽ 171 പേർ സിറ്റിംഗ് എംഎൽഎമാരാണ്. ബാക്കിയുള്ളവർ പുതുമുഖങ്ങളും. ആകെയുള്ള 403 സീറ്റിൽ 325 സീറ്റുകളിലേക്കാണ് മുലായം സിംഗ് യാദവ് ഇന്നലെ രാത്രി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തന്റെ അനുയായികൾക്ക് സീറ്റ് നിഷേധിച്ചതോടെ അഖിലേഷ് ഇടഞ്ഞു. ഇന്നലെ ഉച്ചയ്ക്ക് മുലായം സിംഗ് യാദവിനെ സന്ദർശിച്ച് അഖിലേഷ് തന്റെ പ്രതിഷേധം അറിയിച്ചു. എന്നാൽ തീരുമാനത്തിൽ മാറ്റമില്ലെന്നാണ് മുലായം സിംഗ് യാദവ് അറിയിച്ചത്. ഇതിനെ തുടർന്ന് അഖിലേഷ് യാദവ് തന്റെ അനുയായികളായ സിറ്റിംഗ് എംഎൽഎമാരും മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തി. ഇതിനെ തുടർന്നാണ് ഇന്നലെ രാത്രി വൈകി സ്വന്തമായി സ്ഥാനാർത്ഥി പട്ടിക പുറപ്പെടുവിച്ചത്. സമാജ്വാദി പാർട്ടിയിലെ കലാപം ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമാക്കും. അടുത്തയാഴ്ച തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഭരണകക്ഷിയിലെ സംഭവങ്ങൾ ഒരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നത്. അമ്മാവൻ ശിവപാൽ യാദവ് പാർട്ടി അധ്യക്ഷനായി നിൽക്കുന്ന സാഹചര്യത്തിൽ യോജിച്ചു പോകാൻ കഴിയില്ല എന്നുള്ള സന്ദേശമാണ് അഖിലേഷ് യാദവ് നൽകുന്നത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.